Hi dear students, integralsലെ exercise 7.3 questions 4 and 5 ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് 2x + 1 dx ആണ് ചോദ്യം. ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ ട്രിഗോണമെട്രിയിലെ റിസൾട്ട് യൂസ് ചെയ്യുന്നു. സൈൻ ക്യൂബ് എക്സിന് ഒരു ഫോർമുലയുണ്ട്. സൈൻ ക്യൂബ് എക്സ് = 3 sin x minus sin 3x by 4 sin 3x divided by 4. ഓക്കെ, അല്ലെങ്കിൽ സൈൻ 3x-ന് ഫോർമുല ഉണ്ടായിരുന്നല്ലോ. സൈൻ 3x = 3 sin x minus 4 sin cube x. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോമാണിത് സൈൻ ക്യൂബ് എക്സിൻ്റെ ഫോർമുല. ഓക്കെ, നമ്മൾ ഈ ഒരു റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ = ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സിന് പകരം 3 sin x minus sin 3x by 4. അപ്പോൾ 3 sin x. ഇനി ശ്രദ്ധിക്കണം, 3 sin of x ആണ് എഴുതേണ്ടത്. 3 sin of x. ദിസ് ഈസ് അവർ എക്സ് ഹിയർ. എക്സിൻ്റെ സ്ഥാനത്ത് ഇതാണ് കേട്ടോ. അപ്പോൾ 3 sin x മൈനസ് sin 3x sin 3x 3 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 2x + 1 ഡിവൈഡഡ് ബൈ 4 dx. ക്ലിയർ ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 1/4 പുറത്ത് എഴുതാം. 1/4 എഴുതി. ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. ഓരോ 2 ടേംസ് ആണുള്ളത്. 2 ടേമിൻ്റെ ഇൻ്റഗ്രൽ എഴുതുന്നു. ആദ്യം 3 sin 2x + 1 എഴുതുന്നു. അപ്പോൾ 3 നമ്മൾ ആദ്യം എഴുതി 3 എഴുതി. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണല്ലോ. മൈനസ് കോസ് എക്സ്. അപ്പം മൈനസ് എഴുതി. കോസ് എക്സ് കോസ് ഓഫ് 2x + 1 പക്ഷേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2x + 1 ഉള്ളത് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും മൈനസ് എഴുതി. ഇനി സൈൻ ഓഫ് ദിസ് 1. അപ്പോൾ സൈൻ ഓഫ് എക്സിന് ആൻസർ മൈനസ് കോസ് ആയതുകൊണ്ട് രണ്ടാമത്തെ മൈനസ് ഇവിടെ കൊടുത്ത് കോസ് ഓഫ് എക്സ് എഴുതണം അല്ലേ. കോസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും 6x + 3 ആണ്. 6x + 3 ആണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 6x + 3 ആണല്ലോ. അപ്പോൾ കോസ് ഓഫ് 6x + 3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് 6. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ സൈൻ എക്സിൻ്റെ ആൻസർ മൈനസ് കോസ് എക്സ്. പക്ഷേ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 6x + 3 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയ സംഭവമാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ മൈനസ് ആണ് പ്ലസ് ആയത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ആൻസർ എഴുതാം. ഓൾട്ടർനേറ്റീവ് ഫോമായിട്ടൊക്കെ ആൻസർ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക. എന്നിട്ട് അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. 3 sin x minus sin 3x by 4. ഇവിടുത്തെ എക്സിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കോസ് ക്യൂബ് എക്സ് dx ആണ് ചോദ്യം. നമുക്കിതിനൊന്ന് മാറ്റി എഴുതി നോക്കാം. ഇവിടെ രണ്ടിനും ക്യൂബിന് ഫോർമുല ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതുകൊണ്ട് മറ്റൊരു രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സൈൻ ക്യൂബ് എക്സിന് ഞാൻ സൈൻ ക്യൂബ് എക്സിനെ സൈൻ ക്യൂബ് എക്സ് എന്ന് തന്നെ എഴുതുന്നു. കോസ് ക്യൂബ് എക്സിന് പകരമായിട്ട് ഞാൻ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് dx എന്ന് എഴുതുന്നു. ഓക്കെ, ഈ ക്യൂബിനെ ബ്രേക്ക് ചെയ്തിട്ട് കോസ് സ്ക്വയർ എക്സും കോസ് എക്സും ആക്കി മാറ്റി. ഇനി ഞാൻ ചെയ്യുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സിന് ഒന്നും ചെയ്തിട്ടില്ല. സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതി. കോസ് സ്ക്വയർ എക്സിന് പകരം ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുന്നു. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണല്ലോ. പിന്നീട് ഞാൻ കോസ് എക്സിന് ഒന്നും ചെയ്തില്ല. കോസ് എക്സ് എന്ന് എഴുതി. ഈ കോസ് സ്ക്വയർ എക്സിന് പകരം എങ്ങനെ സൈൻ സ്ക്വയർ എക്സ് കിട്ടിയത്? നമുക്ക് പണ്ടേ അറിയുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ = 1 എന്നറിയാലോ. അപ്പോൾ വാട്ട് ഈസ് കോസ് സ്ക്വയർ എക്സ്? കോസ് സ്ക്വയർ എക്സ് കിട്ടാൻ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, പണ്ടത്തെ റിസൾട്ടാണ്. ഇനി വീണ്ടും ഇവിടെ ഞാൻ ഈ ഒരു എക്സ്പ്രഷനിൽ ഞാൻ സൈൻ എക്സിന് ടി എന്ന് കൊടുക്കുന്നു. പുട്ട് സൈൻ എക്സ് = ടി. സൈൻ എക്സ് = ടി. പണ്ടത്തെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ് dx = dt. ഇവിടെ കോസ് എക്സ് dx നിങ്ങൾക്ക് കാണാവുന്നതാണ്. കോസ് എക്സ് dxനെ നമുക്ക് dt വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ മൊത്തം ഈ ക്വസ്റ്റ്യനെ നമുക്ക് ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ്. സൈൻ എക്സിന് ടി എന്ന് കൊടുത്തു. അപ്പോൾ ദിസ് ഈസ് ടി ക്യൂബ് ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് ടി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 1 മൈനസ് ടി സ്ക്വയർ. നൗ കോസ് എക്സ് dx ഈസ് നത്തിങ് ബട്ട് dt. നൗ ഓപ്പൺ ദി ബ്രാക്കറ്റ്. സിംപ്ലി ഓപ്പൺ ദി ബ്രാക്കറ്റ്. ടി ക്യൂബ് ഇൻറ്റു 1 ഈസ് നത്തിങ് ബട്ട് ടി ക്യൂബ്
മൈനസ് ടി ക്യൂബ് ഇൻറ്റു ടി റേസ് ടു 2 ഈസ് നത്തിങ് ബട്ട് ടി റേസ് ടു 5. പ്രത്യേകം ശ്രദ്ധിക്കുക, 3+2 ആണ് എഴുതേണ്ടത്, 5 6 എന്ന് എഴുതരുത്. ഡി ടി നൗ സിമ്പിൾ പോളിനോമിയൽ ഫങ്ഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ടി റേസ് ടു 3 മൈനസ് ടി റേസ് ടു 5 ഡി ടി. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാമല്ലോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ടി ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, ടി റേസ് ടു 4 ഡിവൈഡ് ബൈ 4 മൈനസ് ടി റേസ് ടു 5ൻ്റെത് ടി റേസ് ടു 6 അല്ലേ, n+1/n+1 അല്ലേ, അപ്പോൾ 5+1/5+1 പ്ലസ് സി. അറ്റ് ലാസ്റ്റ് റീപ്ലേസ് ദിസ് ടി വിത്ത് ദ ഒറിജിനൽ വാല്യൂ സൈൻ എക്സ്. സോ അവർ ആൻസർ ഈസ് സൈൻ എക്സുമായി റീപ്ലേസ് ചെയ്യുമ്പോൾ സൈൻ റേസ് ടു 4x ഡിവൈഡഡ് ബൈ 4 മൈനസ് സൈൻ റേസ് ടു 6x ഡിവൈഡ് ബൈ 6 പ്ലസ് സി ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, നമ്മൾ ട്രിഗോണമെട്രിയിലെ വലിയ ഐഡൻറ്റിറ്റീസും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, സിമ്പിൾ റിസൾട്ടുകൾ മാത്രം ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സൈൻ ക്യൂബ് എക്സിനെ നമ്മൾ അതേപോലെ അങ്ങ് എഴുതി. പക്ഷേ ഇവിടെ കോസ് ക്യൂബിനെ നമ്മൾ സ്ക്വയറും എഴുതി. എന്നിട്ട് സൈനിലും കോസിലേക്കും കൊണ്ടുവന്നു. സൈൻ എക്സിന് ടി എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പണ്ടത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ഇവിടെ ചെയ്തത്. സിമ്പിൾ ട്രിഗോണമെട്രിക് ഐഡൻറ്റിറ്റി ആവുന്ന ഈ റിസൾട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് റിസൾട്ട്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 എന്നുള്ള റിസൾട്ടിൽ നിന്ന് ഇവിടെ കോസ് സ്ക്വയർ എക്സിന് പകരം നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയ ഒരു റിസൾട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു.